special occasion. Today is indeed a proud and meaningful day for all of us. We gather here to promote health awareness and community well-being. On behalf of our Mother Savina, കണ്ടിട്ടുണ്ടോ വീട്ടിലേക്കെല്ലാം വരലുണ്ടല്ലോ ഒരാളെ വീട്ടിലേക്ക് ഇതിന്റെ പേവിഷബാധയെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞാണ് വന്നത്. അതിന്റെ കൂടെ പേഴ്സണൽ ഹൈജീനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പേഴ്സണൽ ഹൈജീൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയോ? എല്ലാവർക്കും അറിയോ? വ്യക്തി ശുചിത്വം മനസ്സിലായോ? എല്ലാവരും എങ്ങനെ രാവിലെ വരുന്നത് സ്കൂളിലേക്ക്? രാവിലെ എണീച്ച് പല്ല് തേച്ച് ബാത്റൂമിൽ പോയി കുളിച്ച് ചായ കുടിച്ച് അങ്ങനെയാണ് സ്കൂളിൽ വരുന്നത്. എല്ലാവരും അങ്ങനെ തന്നെ വരണം കേട്ടോ. നമ്മുടെ ഹെൽത്ത് നല്ലതായാലേ നമുക്ക് പഠിക്കാൻ പറ്റും. പഠിക്കാൻ പറ്റണ്ടേ? പഠിക്കണ്ടേ? സ്കൂൾ പഠിക്കണ്ടേ? നല്ല വൃത്തി നല്ല ഹാപ്പി ആണെങ്കിൽ നമ്മുടെ ശരീരം നല്ല ഹാപ്പിയോ അപ്പോഴേ നമുക്ക് പഠിക്കാൻ പറ്റും. അപ്പം രാവിലെ എണീച്ച് നല്ലോണം ഭക്ഷണം കഴിക്കണം. രാവിലെ എല്ലാവരും ഭക്ഷണം കഴിക്കലുണ്ടോ? നല്ലോണം കഴിക്കലുണ്ടോ? എത്ര ദിവസം ഉണ്ടല്ലേ? നല്ലോണം ഭക്ഷണം കഴിച്ചാലേ നമുക്ക് നല്ല വൃത്തി ടീച്ചർമാർ പറയുന്നത് ശ്രദ്ധിക്കാൻ പറ്റും. നമ്മുടെ തലയിൽ നമ്മുടെ മെമ്മറി വർക്ക് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? നല്ലോണം ഭക്ഷണം കഴിക്കണം. ക്ഷീണം ഉണ്ടായാലും നമുക്ക് ഒന്നും പഠിക്കാനും കഴിയില്ല. ക്ലാസ്സിൽ നല്ല ക്ഷീണമായിരിക്കും. അങ്ങനെയൊക്കെ പഠിക്കാൻ പറ്റുമോ? ഇല്ല. പിന്നെ വരേനെ കുറിച്ച് അറിയോ? വര എങ്ങനെ ശരീരത്തിൽ വര ഉണ്ടാവുന്നതെന്ന് അറിയോ? നമ്മള് കൈയൊന്നും കഴുകാതെ ഒരു വൃത്തിയും ചെയ്യാതെ നമ്മൾ വേഗം വീട്ടിലെല്ലാം പോയിട്ട് സ്കൂളിലെല്ലാം പോയിട്ട് അതുപോലെ കൈയൊന്നും കഴുകാതെ വേഗം ഭക്ഷണം കഴിക്കും അല്ലേ? അങ്ങനെ ആരും കഴിക്കലുണ്ടോ? അങ്ങനെ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് എന്താവും? നമ്മുടെ കൈയിന്റെ നഖത്തിലെല്ലാം കുറേ അഴുക്കലുണ്ടാവും. അതെല്ലാം നമ്മുടെ വയറ്റിൽ പോകും. ആ ഭക്ഷണത്തിന്റെ കൂടെ വയറ്റിൽ പോകും. കുറേ ദിവസം കഴിയുമ്പോൾ നമ്മുടെ വയറ്റിൽ വരും. ചെറിയ ചെറിയ വരകൾ വരും. അത് വന്ന് നല്ലോണം. അപ്പൊ എന്താക്കും? നിങ്ങൾ കഴിക്കുന്ന ഓരോ ഭക്ഷണവും ആ വില കഴിക്കും. വില നല്ല ഉഷാറാവും. നിങ്ങൾ എപ്പോഴും ക്ഷീണിച്ചിരിക്കും. ഭക്ഷണം കഴിക്കാനുള്ള ശരീരം എപ്പോഴും വലിയ ശരീരം അല്ലേ? വെയിറ്റ് നോക്കുമ്പോൾ ഓരോ മാസം നോക്കുമ്പോഴും വെയിറ്റ് ഇങ്ങനെ കുറഞ്ഞു വരും. തൂക്കം കുറയും. അപ്പോൾ വീട്ടിൽ നിന്ന് അയ്യോ എന്തോ മോൻ സുഖമില്ല എന്തോ വയ്യാന്ന് പറയും അല്ലേ? അതുകൊണ്ട് എന്ത് ചെയ്യണം? നമ്മള് ഭക്ഷണം കഴിക്കുന്നതിന് മുന്നേ നല്ല വൃത്തി കൈ കഴുകണം. കൈ കഴുകിയിട്ട് വേണം ഭക്ഷണം കഴിക്കാൻ കേട്ടാ. അതുപോലെ തന്നെ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് ചെയ്യണം. അതുപോലെ തന്നെ ടോയ്ലറ്റ് പോയിട്ടാകുമ്പോൾ നല്ല വൃത്തിയിൽ കൈ കഴുകി സോപ്പിട്ട് കൈ കഴുകിയിട്ട് വേണം വരാൻ വേണ്ടി കേട്ടാ. അതുപോലെ തന്നെ നല്ല നീറ്റായിരിക്കണം എപ്പോഴും. സ്കൂളിലേക്ക് വരുമ്പോഴായാലും വീട്ടിൽ എപ്പോഴും കേട്ടാ. നമുക്ക് പേവിഷബാധനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാം അല്ലേ? പേവിഷബാധ എന്താണെന്ന് അറിയോ? എല്ലാവർക്കും അറിയോ? വീട്ടിലൊക്കെ പറയല്ലേ? നായിക്ക് കാന്തളിയിട്ടുണ്ടല്ലേ? പറയണ്ട. വേറെ പോയിക്കൂടെ പുറത്തിറങ്ങിക്കൂടാ അത് കഴിക്കുന്നു പറയല്ലേ? പേവിഷബാധ വന്നാൽ അതാ. ഈ പേവിഷബാധ വന്നാല് നമ്മൾ എന്തായാലും മരിച്ചു പോകും അല്ലേ? കേൾക്കുന്നില്ല എല്ലാവരും? അപ്പം എന്ത് ചെയ്യണം പേവിഷബാധക്ക്? നിങ്ങൾ എല്ലാവരും വീട്ടിൽ നായി ഇല്ല? ഇല്ല. എത്ര ആളെ വീട്ടിൽ നായി ഇല്ല? നോക്കട്ടെ. നിങ്ങളെല്ലാം ഇത്രയും ആളെ വീട്ടിലുണ്ടല്ലേ? അപ്പൊ എല്ലാവരും എന്തായാലും കെട്ടിപ്പിടിക്കൂ. ഉമ്മ പറ്റി എല്ലാം ചെയ്യലുണ്ടാ? എന്താ ഉമിനീർ ഗ്രന്ഥി എത്തും തുപ്പലെല്ലാം പറയല്ലേ? അതിലൂടെ വരും. അപ്പൊ അത് നല്ലോണം പായായി നമുക്കും വൈറസ് ബാധയിട്ട് നമ്മൾ മരിച്ചു പോകും. അപ്പൊ എന്ത് ചെയ്യണം? നമ്മള് നായി കടിച്ചാൽ വീട്ടിൽ നിന്നെല്ലാം ഇപ്പൊ നിങ്ങൾ കഴിക്കാതെ പോകുമ്പോൾ എവിടെയെങ്കിലും പോകുമ്പോൾ നായി കടിക്കുക അങ്ങനെ എന്തൊന്നും ചെയ്തില്ല അപ്പം തന്നെ വീട്ടിൽ പറഞ്ഞു പൂച്ച നായി ഇങ്ങനെയെല്ലാം കടിക്കുമ്പോൾ വീട്ടിൽ പറയാനായിട്ടാ. പറയാതിരുന്നൂടാ. അവസാനം നമുക്ക് അസുഖം വന്ന് നമ്മൾ മരിച്ചു. അപ്പൊ അതിന് മുന്നേ നമുക്കൊരു വാക്സിൻ എടുക്കാനുണ്ട്. ആ വാക്സിൻ എടുത്താൽ നമ്മള് ഒരു പ്രശ്നമില്ല. നമ്മൾ നല്ല എല്ലാ അസുഖവും മാറി ആ വൈറസ് നമുക്ക് ശരീരത്തിൽ ഇല്ലാതാക്കാൻ പറ്റും. അങ്ങനെ നക്കിയാല് എന്ത് ചെയ്യണം? നിങ്ങള് എന്ത് ചെയ്യണം? കൈ എങ്ങനെ കഴുകണം? കൈ സോപ്പിട്ടിട്ട് നല്ല വൃത്തിയാക്കി കഴുകണം. എല്ലാവർക്കും എല്ലാം അറിയാല്ലേ? അപ്പൊ സോപ്പിട്ടിട്ട് നല്ല വൃത്തി കൈ കഴുകണം. അതിന് ഹോസ്പിറ്റലിൽ പോകേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. സോപ്പ് നായ നക്കിയാലോ നായ്ക്ക് ഭക്ഷണം കൊടുത്താലോ അതുകൊണ്ടൊന്നും നമുക്ക് ഒരു അസുഖം വരാൻ പോകുന്നില്ല. എന്നാല് നായ മാന്തി ചോര വന്നിട്ടില്ല
അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം? അപ്പൊ തന്നെ വീട്ടിൽ പറയണം. ഇപ്പൊ സ്കൂളിലേക്ക് വരുന്ന വൈകാണെങ്കിലോ ടീച്ചർമാരോടോ അല്ല മദറിനോ ആരോട് പറയണം, ഇങ്ങനെ എനിക്ക് സംഭവം ഉണ്ടായെന്ന് പറയണ്ട. അപ്പൊ തന്നെ ആ ഭാഗം നല്ല ഞാൻ പറഞ്ഞത് സോപ്പിട്ട് കഴുകിയിട്ട് നല്ല വൃത്തിയാക്കിയിട്ട് അപ്പൊ തന്നെ ഹോസ്പിറ്റലിൽ പോയി ഈ വാക്സിൻ എടുക്കണം. ഈ വാക്സിൻ ഒരു ദിവസം പോലും ഒഴിവായിക്കൂടാ. എപ്പോഴാണ് ഡോക്ടർ മറ്റു മൃഗങ്ങൾ എന്നിവയുടെ കടിയേറ്റാൽ രോഗമുണ്ടാകുന്ന റാബിസ് രോഗബാധ അതിമാരകമാണെന്നും ഞാൻ മനസ്സിലാക്കുന്നു. മൃഗപരിപാലനം മൃഗങ്ങളുമായി സമ്പർക്കമുള്ള മറ്റു ജോലികൾ ഏർപ്പെടുന്നവരും പേവിഷബാധയ്ക്കെതിരെ പ്രതിരോധ വാക്സിനുകൾ എടുക്കണമെന്ന് എനിക്കറിയാം. എനിക്കോ മറ്റുള്ളവർക്കോ മൃഗങ്ങളുടെ കടിയേറ്റാൽ അധ്യാപകർ അല്ലെങ്കിൽ മാതാപിതാക്കൾ മുതിർന്നവർ എന്നിവരെ ഞാൻ അറിയിക്കും. ഭക്ഷണാവശിഷ്ടങ്ങൾ മറ്റു മാലിന്യങ്ങൾ എന്നിവ അലക്ഷ്യമായി വലിച്ചെറിഞ്ഞ് തെരുവ് നായ, പൂച്ച എന്നിവയ്ക്ക് അനുകൂല സാഹചര്യം എന്റെ വിദ്യാലയങ്ങളിലോ വീട്ടിലോ പൊതുയിടങ്ങളിലോ സൃഷ്ടിക്കില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. This opportunity to express my gratitude to all who made today's health awareness program a great success. First and foremost, I extend my sincere thanks to our respected Miss Agla, staff from Health Department, for sharing their valuable knowledge and time with us. Your insight on health, hygiene and wellness have surely helped us to adopt healthier lifestyle. A special thanks to our principal, Reverend Sister Mercy Koikara, Manager Reverend Sister Josephina, Vice Principal Sister Soumya, all the teachers, staff and my dear children. Okay, students. Thank you for your enthusiastic involvement and support throughout the session. Thank you everybody.